എന്ത് ഞാൻ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് ഞാൻ മിസ് ചെയ്യുന്നത്, എൻ്റെ അച്ഛനെയാണ് മിസ് ചെയ്യുന്നത്. ലോകത്തിലെല്ലാം നേടിയെടുത്തു. ഒന്നുമില്ലാതിരുന്ന സമയത്ത് പലപ്പോഴും ആലോചിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് 4 വള വാങ്ങിച്ചിടണമെന്ന് പൈസ ഇല്ല. പക്ഷെ പൈസ എല്ലാം വന്നപ്പോൾ അമ്മയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ വരികയാണ്, എൻ്റെ അമ്മയ്ക്ക് ഒരു 2 വള വാങ്ങിച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചിട്ട് കൊടുക്കും, കടക്ക് പിടിപ്പിക്കണം. ചിലപ്പോൾ അവർ ജീവനോട് ഇരിക്കില്ല. അത് നിങ്ങൾക്ക് പൈസ വരാൻ, നിങ്ങളുടെ പൈസ കൊണ്ട് അത് വാങ്ങിച്ചവർ കയ്യിൽ ഇട്ട് കൊടുക്കാനും കഴുത്തിലൊരു മാല ഇട്ട് കൊടുക്കാനുള്ള സമയത്ത് ചിലപ്പോൾ അവർ കാത്തിരിക്കില്ല. മാർച്ച് 11 മോഹൻലാലിന് അഡ്വാൻസ് കൊടുത്ത്, കീർത്തിചക്ര എന്നുള്ള സിനിമയ്ക്ക് അഡ്വാൻസ് കൊടുത്ത് ഞാനും രഞ്ജിപ്പണിക്കലും പട്ടാമ്പിയിലും വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മയുടെ നിന്ന് ദോശ വാങ്ങിച്ചു കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പോയി. 12, 13, 14, 19 വരെ ഇന്ന് വിളിക്കാം വിളിച്ചില്ല. അഹങ്കാരം നമ്മോടുണ്ടല്ലോ, വിളിക്കാം. നമുക്കറിഞ്ഞില്ല ഈ ദൈവം കളിക്കുന്ന കളികൾ എന്തൊക്കെയാണ്. അന്ന് രാത്രിയാവുമ്പോൾ ശരി പകുതി പൈസ കൊടുത്താൽ മതി ഫോൺ വിളിക്കാൻ. പക്ഷെ അപ്പോൾ വിചാരിക്കും അമ്മ ഉറങ്ങിക്കാണും. എക്സ്ക്യൂസ് ആയിരുന്നു, വിളിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് ആയിരുന്നു. നമ്മൾ തന്നെത്താൻ പറഞ്ഞു. കാരണം അതിന് മുമ്പ് നടന്നത് എന്തായിരുന്നു? അങ്ങനെ അവസാനം 19 രാത്രി എനിക്ക് കോള് ബോംബെക്ക് വരികയാണ്. അമ്മ പോയി മോനെ. ഈ 6 ദിവസം വിളിക്കാതിരുന്ന അമ്മയെ ഇനി എനിക്ക് വിളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യൂ. അത് എങ്ങനെയായാലും ശരി. അമ്മയ്ക്കും അച്ഛൻ്റെ കാര്യം ഞാൻ പറയാറില്ല. കാരണം ഞങ്ങൾ പ്രാരാബ്ദവും തലയിൽ വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് പലപ്പോഴും നിങ്ങളോട് മക്കളോട് സ്നേഹം കാണിക്കാൻ പറ്റിയത് വരില്ല, എനിക്ക് സാധിക്കാറില്ല. പലപ്പോഴും ഞാൻ എൻ്റെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ഇവരും വേണ്ടിയിട്ടല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിലെന്താണ് ചെറിയൊരു ഗുരുത്വം എവിടെയും ഉണ്ടായിരുന്നു. 2005 അമ്മ മരിക്കുന്നത്. 2004 ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ മദ്രാസിലിരിക്കുമ്പോൾ തലേദിവസം, ഉത്തരാടത്തിൻ്റെ തലേദിവസം അമ്മ വിളിച്ചു ചോദിച്ചു, മക്കൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാനില്ല, അങ്ങനത്തെ പൈസ ഒന്നും ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ട് വരാറുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, സാർ മക്കളെ വാ, സന്തോഷമല്ലോ. അതെന്തിനാ അവിടെ വന്നിട്ട് എന്താ ഒരു ഇലയിൽ ഒരു സദ്യയും കിട്ടും, അതവിടെ ആരുഭവന്റെ പോലും കിട്ടും എന്ന് പറഞ്ഞു. ദേഷ്യം. കാരണം നമ്മുടെ പൈസ ഇല്ലാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം അമ്മ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, മക്കളെ മോനെ ഞങ്ങളൊക്കെ വയസ്സായിട്ടിരിക്കുകയാണ്, അടുത്ത വർഷം ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ 2005 ഓണത്തിന് അമ്മ ഉണ്ടായിരുന്നില്ല. സോ don't ever wait to love your parents. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്, കിട്ടുന്ന സമയത്ത് love them. Mother is something great.